ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐഫോൺ 16 പ്രോ മാക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന മോഡൽ 256 GB ആണ്. ഇതിൻ്റെ കളർ വരുന്നത് ഡെസേർട്ട് ടൈറ്റാനിയം. ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഗ്രേഡ് 5 ടൈറ്റാനിയം ബോഡിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ. വെയിറ്റും അത്യാവശ്യം കുഴപ്പമില്ല, 227 grams ആണ് വരുന്നത്. ഫോണിൻ്റെ കോർണേഴ്സൊക്കെ കാണാം, നല്ല റൗണ്ടായിട്ട് ബ്യൂട്ടിഫുൾ കേർവ് ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് നമ്മുടെ ഈ ഗ്രേഡ് 5 ടൈറ്റാനിയം ബോഡിയിൽ നമുക്ക് കിട്ടുന്നത്. ഫിംഗർ പ്രിൻറ്റ് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് ആണ്. ഓവറോൾ ഈ ഫോൺ ബോഡി IP68 റേറ്റഡ് ആണ്, അതായത് സ്പ്ലാഷ്, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഐഫോൺ 10 ഞാൻ യൂസ് ചെയ്തിരുന്ന സമയത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഏറ്റവും അവസാനം ഞാൻ കാണിക്കാം. നിങ്ങൾക്കറിയാവുന്ന പോലെ ആപ്പിളിൻ്റെ ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ കാര്യമായി എനിക്ക് ഈ ഫോൺ പ്രൊവൈഡ് ചെയ്തത് അടൂർ സെൽ പോയിൻ്റ് ആണ്. മേജർ ബ്രാൻഡ്സ് ആയിട്ടുള്ള ആപ്പിൾ, സാംസങ്, അതുപോലെ പല ബ്രാൻഡുകളും നല്ല ക്വാണ്ടിറ്റി ചെയ്യുന്ന അടൂരെ ഒരു നല്ല മൊബൈൽ ഷോപ്പാണ് സെൽ പോയിൻ്റ്. ഇങ്ങനൊരു മോഡൽ ചോദിച്ചപ്പോൾ തന്നെ തന്നതിന് വളരെയധികം നന്ദി. ഫോണിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ ബോർഡറാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഐഫോൺ 16-നെക്കാട്ടിലും ഈ പ്രോ വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും വളരെ തിന്നായിട്ടുള്ള ബോർഡറാണ് ഇതിൻ്റെ സ്ക്രീനിൽ വരുന്നത്. ഫോണിൻ്റെ ഒരു സൈഡിൽ വോളിയം ബട്ടൻ്റെ കൂടെ നേരത്തെ സൈലൻറ്റ് ബട്ടൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആക്ഷൻ ബട്ടണാണ്. ഇനി റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ പവർ ബട്ടണും പുതിയതായി ക്യാമറ കൺട്രോൾ ബട്ടണും. ഈ ക്യാമറ കൺട്രോൾ ബട്ടണിൽ നമുക്ക് ഇൻബിൽറ്റായിട്ട് വരുന്ന ക്യാമറ ഓപ്ഷനോ അല്ല തേർഡ് പാർട്ടി ആപ്പായിട്ടുള്ള ബ്ലാക്ക് മാജിക്കിൻ്റെ ആപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആ ആപ്പിലേക്ക് തന്നെ പോകാൻ പറ്റും. ഫോണിൻ്റെ മുകൾ വശം നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ ആണ്. താഴെ നോക്കിയാൽ USB-C കാണാം. പിന്നെ സ്പീക്കേഴ്സ്, മൈക്സ് എല്ലാം തന്നെ താഴെയാണുള്ളത്. സഫയർ ക്രിസ്റ്റൽ കോട്ടിങ്ങോടുകൂടി ഡെഡിക്കേറ്റഡ് 3 ലെൻസാണ് ഐഫോൺ വരുന്നത്. ഫോട്ടോഗ്രാഫിയിൽ അതിൻ്റെ ഒരു ഫോക്കൽ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 13mm to 120mm വരെ ഐഫോൺ പ്രോ മാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫോക്കൽ ലെങ്തും തന്നെ മാക്രോ മോഡ് സപ്പോർട്ടഡ് ആണ്. നോർമൽ മോഡുകളെ അപേക്ഷിച്ച് പ്രോ മോഡൽസിന് ലൈഡാർ സെൻസറും കൂടിയുണ്ട്. അത് ഫോട്ടോഗ്രാമെട്രി പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്ഷനാണ്. ഫോട്ടോ മോഡിൽ 0.5x വൈഡ് മോഡുണ്ട്, 1x, 2x, 5x വരെ ഉണ്ട്. ഇനി ഫയൽ ഫോർമാറ്റ്സിലേക്ക് നോക്കിയാൽ JPEG ഉണ്ട്, ഹൈ എഫിഷ്യൻസി മോഡും പിന്നെ റോ മോഡും. റോ മോഡ് കമ്പാരിറ്റീവ്ലി ഫയൽ സൈസ് വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് ഒരു പിക്ചർ തന്നെ 17 MB വരും. ഹൈ എഫിഷ്യൻസി മോഡും JPEGും എല്ലാം തന്നെ 3 MB താഴെ മാത്രമേ വരത്തുള്ളൂ. ഫോട്ടോ എടുക്കാനുള്ള പല ക്രോപ്പ് റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി സ്റ്റൈൽ ബേസിക്കലി ഫിൽറ്റേഴ്സ് ആണ്. അത് നമുക്ക് ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഇൻ്റർഫേസിലുണ്ട്. ഹയസ്റ്റ് ക്വാളിറ്റി വീഡിയോ ഇൻ എ സ്മാർട്ട് ഫോൺ, അത് ഐഫോണിന് സ്വന്തമാണ്. ഐഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേറൊരു ക്യാമറയുടെ ആവശ്യം തോന്നുകയില്ല. സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണ് ഞാൻ നോർമലി ചെയ്യുന്നത്. അതിനൊരു സെക്കൻഡ് ക്യാമറയായിട്ട് തന്നെ എനിക്ക് ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഹയസ്റ്റ് റെസൊല്യൂഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 4K ആണ്. 24 to 120 FPS വരെ സെലക്ട് ചെയ്യാൻ പറ്റും. .4K 120 FPSൽ 1xഉം 2xഉം മാത്രമേ വർക്ക് ചെയ്യൂ. 0.5ഉം വർക്ക് ചെയ്യില്ല, 5xഉം വർക്ക് ചെയ്യില്ല. ഹയസ്റ്റ് കോഡക് ഐഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രോറസ് ആണ്. ഫയൽ സൈസ് വളരെ കൂടുതലാണ്. പ്രോറസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ SSD യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബ്ലാക്ക് മാജിക് ആപ്പിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോറസിൽ തന്നെ പല ഫോർമാറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ക്യാമറ ഫോക്കൽ ലെങ്ത് വരുന്നത് ഫോട്ടോ ഓപ്ഷൻ പോലെ തന്നെയാണ്. 0.5x വൈഡ് മുതൽ 5x ടെലി വരെ അവൈലബിൾ ആണ്. നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും PC-യിലേക്കാണെന്നുണ്ടെങ്കിൽ വയർ ത്രൂ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഭയങ്കര ഒരു ചടങ്ങായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എപ്പോഴും എറർ വരുന്ന ഒരു പ്രോസസ്സാണ്. അത് ഒഴിവാക്കാനായിട്ട് ഈ 2 ഓപ്ഷൻ ടേൺ ഓൺ ചെയ്താൽ മതി. ഇനി ബിഗർ ഫയൽസ് ആപ്പിൾ കമ്പ്യൂട്ടറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എയർ ഡ്രോപ്പ് ചെയ്യുന്നതിനോടൊപ്പം ആപ്പിൾ കേബിൾ കൂടി കണക്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ആകും. ഫോൺ പ്രൊവൈഡ് ചെയ്ത സെൽ പോയിന്റിന് ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. വെള്ളം തിരക്കും കേട്ടോ, തിരക്കും, കുഴപ്പമില്ലേ. This